ഹലോ, വൈബ്രന്റ് ട്രെയിൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോടിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒരു റിസോർട്ടിലേക്ക് ആയാലോ? അതും വൈബ്രന്റ് ടീമിന്റെ ഫുൾ ഗ്യാങ്ങിനൊപ്പം. ഉച്ചയ്ക്ക് ഏകദേശം 2:30 എല്ലാവരും അരയിടത്ത് പാലത്ത് എത്തിച്ചേർന്നു. എല്ലാവരും കൂടെ നേരെ ട്രാവലറിലേക്ക്. ഇന്നത്തെ നമ്മുടെ യാത്ര മലബാറിന്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലിലേക്കാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിൽ മിനി ഗവി എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർക്കും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും അനുയോജ്യമായ ഒരു ഓഫ് റോഡ് ഡെസ്റ്റിനേഷനാണ്. വർഷം മുഴുവൻ നിലനിൽക്കുന്ന തണുത്ത കാലാവസ്ഥയും കോടമഞ്ഞും മികച്ച റിസോർട്ട് സ്റ്റേകളും ഇവിടുത്തെ പ്രധാന ആകർഷകങ്ങളാണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കാൻ ഈ സ്ഥലം വളരെ മികച്ചതാണ്. ഏകദേശം 1.5 മണിക്കൂർ യാത്രയോടെ ഞങ്ങൾ കക്കാടംപൊയിലിൽ എത്തിച്ചേർന്നു. വഴിയിലെ കടയിൽ നിന്ന് ചൂട് ചായയും കടിയും ഒന്ന് വേറെ തന്നെയായിരുന്നു. അങ്ങനെ 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സാത്വ റിസോർട്ടിൽ എത്തിച്ചേർന്നു. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ലൊക്കേഷൻ. ഫോട്ടോ എടുപ്പ് മസ്റ്റാണല്ലോ. ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. സാത്വ എവേക്കനിങ് ഗാർഡൻ പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ സുന്ദരമായ ഒരു റിസോർട്ടാണ് ഇവിടം. എത്തിയ ഉടനെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല കിടിലൻ ചായയും സ്നാക്സും തന്നു ഞങ്ങളെ വരവേറ്റു. ചെക്കിംഗ് കഴിഞ്ഞ് നേരെ കോട്ടേജുകളിലേക്ക്. ഡീലക്സ് കോട്ടേജുകൾ, മൗണ്ടൻ വ്യൂ കോട്ടേജുകൾ, ഡോർമിറ്ററി തുടങ്ങി പലതരത്തിലുള്ള സ്റ്റേകളും ഇവിടെ ലഭ്യമാണ്. കോട്ടേജുകളിൽ ബാഗ് വെച്ച് ഒട്ടും സമയം കളയാതെ റിസോർട്ട് മൊത്തത്തിലൊന്നും ചുറ്റിക്കാണാൻ ഇറങ്ങി. ഞങ്ങളുടെ കണ്ണുടക്കിയത് മനോഹരമായ സ്വിമ്മിംഗ് പൂളിലാണ്. ഹെൽത്ത് ക്ലബ്, ആയുർവേദിക് സ്പാ, ഫംഗ്ഷൻ ഹാൾ, അങ്ങനെ ലക്ഷറി ഫീൽ തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. മനോഹരമായ സ്വിമ്മിംഗ് പൂൾ നോക്കി നിൽക്കാനായില്ല. എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി. ആ പൂളിലെ കളി ഞങ്ങളുടെ യാത്രയുടെ തളർച്ചയെല്ലാം മാറ്റിമറിച്ചു.
അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. വളരെ വിശാലവും വൃത്തിയുള്ളതുമാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിനകത്ത് ധാരാളം പുസ്തകങ്ങൾ അടങ്ങിയ അലമാരകളും ക്യാരം ബോർഡും എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണവും വളരെ മികച്ചതായിരുന്നു. വയറു നിറയെ ഭക്ഷണം കഴിച്ച ശേഷം രാത്രിയിലെ യഥാർത്ഥ വൈബ് തുടങ്ങി. ക്യാമ്പ് ഫയർ. തണുത്ത കാറ്റിൽ ആ തീക്കായലിന് ചുറ്റുമിരുന്ന് പാട്ടും ഡാൻസുമായി ഞങ്ങൾ ആ രാത്രി അവിസ്മരണീയമാക്കി. ഒടുവിൽ മധുരമുള്ള ആ ഓർമ്മകളിലേക്ക് ഞങ്ങൾ ഉറങ്ങുവാൻ പോയി. അടുത്ത ദിവസം രാവിലെ കണ്ണു തുറന്നത് മഞ്ഞിന്റെ ഒരു പുതപ്പ് കണ്ടുകൊണ്ടാണ്. വല്ലാത്തൊരു പോസിറ്റീവ് എനർജി. റിസോർട്ടിലൂടെ ഒരു മോർണിംഗ് വാക്ക്. ഇവിടെ ലേഡീസിന് മാത്രമായി ഒരു പ്രത്യേക സ്വിമ്മിംഗ് പൂളും ഒരുക്കിയിട്ടുണ്ട്. ഒരല്പനേരം സൈലന്റ് ഏരിയയിൽ ചെലവഴിച്ചു. വളരെ ശാന്തമായ അന്തരീക്ഷം. രുചികരമായ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നേരെ ട്രാവലറിലേക്ക്. അടുത്ത ഡെസ്റ്റിനേഷൻ കോഴിപ്പാറ വെള്ളച്ചാട്ടമാണ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിൽ ഒന്നാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം. ചോപ്പോട് അരുവിയോട് ചേർന്നാണ് മഞ്ഞുമൂടിയ ഈ പ്രദേശം. സാഹസിക വനയാത്രയ്ക്കും നീന്തലിനുമായി നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന ആ തണുത്ത വെള്ളം മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു. ക്യാമറ കണ്ണുകൾക്ക് ഒട്ടും വിശ്രമമുണ്ടായിരുന്നില്ല. ഒരുപാട് നല്ല ഫോട്ടോകളും ഓർമ്മകളും ഞങ്ങൾ ഇവിടെ നിന്ന് ഒപ്പിയെടുത്തു. തിരികെ റിസോർട്ടിലെത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന് യാത്രയെക്കുറിച്ചുള്ള ഒരു കൊച്ചു റിവ്യൂ പങ്കുവച്ചു.
പാട്ടും ചിരിയും കളിയും സുന്ദരമായ നിമിഷങ്ങളും ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. ഒടുവിൽ നല്ലൊരു ലഞ്ചിന് ശേഷം കോഴിക്കോട്ടേക്ക്. കക്കാടംപൊയിലിൻ്റെ ഈ കുളിരും മഞ്ഞും മനസ്സിലൊരു നിത്യഹരിത ഓർമ്മയായി സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മടങ്ങുകയാണ്. പ്രകൃതിയുടെ ഈ മനോഹരമായ ക്യാൻവാസ് അടുത്തറിയാൻ വീണ്ടും ഒരു യാത്രയിൽ കണ്ടുമുട്ടാം.